പാപ്പ പറയുന്നു, ആരോഗ്യം ചുരുക്കം ചിലർക്കുള്ള ആഡംബരമല്ല, സാമൂഹിക സമാധാനത്തിന് അനിവാര്യമായ വ്യവസ്ഥയാണ്. പല രാജ്യങ്ങളിലും ആരോഗ്യ മേഖലയിലെ അസമത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യം, ഏകാന്തത എന്നിവയാൽ നിരവധി ആളുകൾ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് വിധേയരാകുന്നു. ആരോഗ്യം ചുരുക്കം ചിലർക്കുള്ള ആഡംബരമല്ല, മറിച്ച് സാമൂഹിക സമാധാനത്തിന് അനിവാര്യമായ വ്യവസ്ഥയാണ്. സാർവത്രിക ആരോഗ്യ പരിരക്ഷ ഒരു സാങ്കേതിക ലക്ഷ്യമല്ല, ധാർമ്മിക അനിവാര്യതയാകണം. ആരോഗ്യ സംരക്ഷണവും പരിചരണവും സമൂഹത്തിലെ ഏറ്റവും ദുർബലർക്ക് പോലും പ്രാപ്യമായിരിക്കണം. ജീവിതത്തിലെ ഈ നിമിഷത്തിൽ നമ്മുടെ അയൽക്കാരൻ ആരാണ് എന്ന ചോദ്യത്തിന് നാം ജീവിക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉത്തരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും മറ്റൊരാളുടെ അടുത്തേക്ക്, പ്രത്യേകിച്ചും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുടെ അടുത്തേക്ക് പോകാനുള്ള ക്ഷണമാണ് ഇത് നൽകുന്നത്. നാം അപരന് അയൽക്കാരനായി മാറണം, കാരണം അവന്റെ മാനവികതയെ സംരക്ഷിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. കഷ്ടപ്പെടുന്നവരിലേക്ക്, ഏകാന്തരായ ആളുകളുടെ വേദനകളിലേക്ക്, വിവിധ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരിലേക്ക് തങ്ങളുടെ ദൃഷ്ടികൾ ഉറപ്പിക്കുവാൻ ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അവരില്ലാതെ നമുക്ക് നീതിയുക്തമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയില്ല. അല്ലാത്ത പക്ഷം നിസ്സംഗതയിലേക്ക് നാം വീണുപോകും. അന്താരാഷ്ട്ര സംഘടനകളുമായി സഹകരിച്ച് ആരോഗ്യമേഖലയിലെ അസമത്വങ്ങളെ ചെറുക്കുന്നതിൽ സഭയ്ക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. യൂറോപ്യൻ മെത്രാൻ സമിതി, ഇറ്റാലിയൻ മെത്രാൻ സമിതി, ലോകാരോഗ്യ സംഘടന, യൂറോപ്യൻ ഘടകം എന്നിവർ ചേർന്ന് സംഘടിപ്പിച്ച ഇന്ന് എന്റെ അയൽക്കാരൻ ആരാണ് എന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് നൽകിയ സന്ദേശത്തിൽ നിന്ന്